Hi, hello. My name is Mohammad Shadid KK, currently working as an assistant professor in Department of Food Technology. I recently qualified my UGC in Home Science. I am basically from Mannarkad, Palakkad. Today we are going to discuss about the topic milk and its composition, milk and the composition of milk. Let's move on to the topic. ആദ്യമായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് മലയാളം ഇംഗ്ലീഷും മിക്സ് ചെയ്തിട്ട് ക്ലാസ് എടുക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ഒന്നുകൂടെ നമ്മളൊരു പ്രത്യേകിച്ച് കേരളത്തിലെ വിദ്യാർത്ഥികളാണെങ്കിൽ കൂടുതൽ എൻറോൾ ചെയ്യാൻ ചാൻസ് ഉള്ളത്. അതുകൊണ്ട് നമുക്കൊരു മലയാളം അതുപോലെ ഇംഗ്ലീഷും മിക്സ് ആക്കിയിട്ട് എടുക്കുന്നതായിരിക്കും നല്ലതെന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ മലയാളം അതുപോലെ ഇംഗ്ലീഷ് മിക്സ് ചെയ്തിട്ട് ക്ലാസ് എടുക്കുന്നത്. നമ്മളൊന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മിൽക്കും മിൽക്കിൻ്റെ കോമ്പോസിഷനാണ്. അപ്പോൾ മിൽക്ക് എന്ന് പറഞ്ഞാൽ അറിയാം, നമ്മളൊരു ഡെയിലി നമ്മൾ ചെയ്യുന്നത് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ മിൽക്കിലൂടെയാണ്. അപ്പോൾ ഫസ്റ്റ് നേരം ഇപ്പോഴാണെങ്കിൽ തന്നെ ഒരു മോർണിംഗ് തന്നെ നമ്മളൊരു ചായ കുടിച്ചിട്ടാണ് നമ്മൾ ദിവസം തുടങ്ങാറ്. അതുകൊണ്ട് തന്നെ അതുപോലെ മിൽക്ക് ബേസ് ചെയ്ത് ഒരുപാട് പ്രോഡക്ട്സുകൾ നമ്മൾ ഡെയിലി നമ്മൾ ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട് നമ്മുടെ മിൽക്കിന്, നമ്മളൊരു ലൈഫ് സ്റ്റൈലിൽ നമ്മുടെ ഡയറ്റ്. അപ്പോൾ മിൽക്ക് എന്ന് പറഞ്ഞാൽ ഒരുപാട് ടൈപ്പ് ഓഫ് ഡെഫിനിഷൻസ് നമ്മൾ മിൽക്കിനുണ്ട്. എങ്കിൽ പോലും ഒരു ഇൻ്റർനാഷണൽ ഏതൊരു സ്ഥലത്ത് നമുക്ക് ധൈര്യമായിട്ട് പറയാൻ പറ്റുന്ന ഡെഫിനേഷനാണ് ഞാനിവിടെ ആദ്യമായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ പറയാനുണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് ഫസ്റ്റ് ഒന്ന് റീഡ് ചെയ്യാം, ശേഷം ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. മിൽക്ക് എന്ന് പറഞ്ഞാൽ മിൽക്ക് മേ ബി ഡിഫൈൻഡ് ആസ് ദി ഗോൾഡ് ഫ്രഷ് ക്ലീൻ ലാക്ടേസ് സെക്രീഷൻ ഒബ്റ്റെയിൻഡ് ബൈ ദി കംപ്ലീറ്റ് മിൽക്കിംഗ് ഓഫ് വൺ ഓർ മോർ ഹെൽത്തി മിൽക്ക് ആനിമൽസ്. അതാണ് മിൽക്ക് എന്ന് പറയുന്നത്. പക്ഷെ അവിടെ നമുക്ക് രണ്ട് കണ്ടീഷൻസ് അവിടെ പറയുന്നുണ്ട്. അതാണ് നമ്മൾ താഴത്ത് പറയുന്നത്. എക്സ്ക്ലൂഡിംഗ് ദാറ്റ് ഒബ്റ്റെയിൻഡ് വിത്തിൻ 15 days ബിഫോർ ഓർ 5 days ആഫ്റ്റർ കാവിംഗ് എന്ന് പറയുന്നത്. അതിന് മോഡലിനെ ഡിസ്കസ് ചെയ്യാം. ഫോർ സച്ച് പീരിയഡ് ആസ് നെസസറി ടു റെൻഡർ ദി മിൽക്ക് പ്രാക്ടിക്കലി കൊളസ്ട്രോൾ ഫ്രീ ആൻഡ് കണ്ടെയ്നിങ് ദി മിനിമം പ്രിസ്ക്രൈബഡ് പെർസെൻറ്റേജ് ഓഫ് മിൽക്ക് ഫാറ്റ് ആൻഡ് മിൽക്ക് സോളിഡ്സ് നോട്ട് ഫാറ്റ്. ഇതാണ് നമുക്കൊരു നമുക്ക് ധൈര്യമായിട്ട് അവിടെ നമുക്ക് പ്രസൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മിൽക്കിൻ്റെ ഒരു ഡെഫിനിഷനാണ്. അപ്പോൾ ഡെഫിനിഷനോട് നമുക്ക് പോകാമെന്നുണ്ടെങ്കിൽ മിൽക്ക് എന്ന് പറഞ്ഞാൽ ഒരു ഗോഡ് ഫ്രഷ് ക്ലീൻ ലാക്റ്റീൻ എന്നാണ് സെക്രേഷനാണ് ഒബ്റ്റെയിൻ ചെയ്യുന്നത്. അതിന് ഒന്നോ അതിൽ കൂടുതലോ ഹെൽത്തി ആയിട്ടുള്ള മിൽക്ക് തരുന്ന അനിമൽസിൻ്റെ മിൽക്കിങ് ചെയ്തിട്ട് കിട്ടുന്ന ഒരു ഗോഡ് ഫ്രഷ് ക്ലീൻ ലാക്റ്റീൻ സെക്രേഷനാണ് മിൽക്ക്. പക്ഷെ അവിടെ ഒരു കണ്ടീഷൻ നമുക്ക് പറഞ്ഞ പോലെ അവിടെ രണ്ട് രീതിയിൽ നമുക്ക് വരുന്ന സമയത്ത് രണ്ട് പീരിയഡ്സിൽ കിട്ടുന്ന മിൽക്ക് ഒരിക്കലും നമുക്ക് മിൽക്ക് എന്നുള്ള കാറ്റഗറിയിൽ നമുക്ക് പെടുത്താൻ കഴിയില്ല. ഒന്നെന്ന് പറഞ്ഞാൽ 15 days ബിഫോർ അല്ലെങ്കിൽ 5 days ആഫ്റ്റർ കാവിംഗ്. അത് കാവിങ്ങിന് മുമ്പുള്ള 15 ദിവസം, അതിലേക്ക് കാവിങ്ങിന് ശേഷം 2 ദിവസം. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ രണ്ട് പീരിയഡ് നമ്മൾ ഒഴിവാക്കിയാൽ മാത്രമേ ഉള്ളൂ നമ്മൾ മിൽക്ക് കൊളസ്ട്രോൾ ഫ്രീ ആവുക. അതുപോലെ തന്നെ മിൽക്കിൽ നമുക്ക് എന്തുണ്ട് മിനിമം പ്രിസ്ക്രൈബ്ഡ് ആയിട്ടുള്ളൊരു ഫാറ്റിൻ്റെയും അതേപോലെ SNF-ൻ്റെ മിൽക്ക് MSNF-ൻ്റെ കണ്ടൻറ്റ് വേണമെന്നുണ്ട്. ഈ രണ്ട് കാറ്റഗറി നമുക്ക് രണ്ട് ക്രൈറ്റീരിയ നമുക്ക് അച്ചീവ് ചെയ്യാം. ഈ ഒരു പീരീഡ് നമ്മൾ എക്സ്ക്ലൂഡ് ചെയ്താൽ മാത്രമേ നമുക്ക് ഒരു ക്രൈറ്റീരിയ നമുക്ക് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ മിൽക്കിൻ്റെ ഡെഫിനേഷൻ എല്ലാവർക്കും മനസ്സിലായാലും മിൽക്കിൻ്റെ ഡെഫിനേഷൻ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് നീങ്ങാണ് കോമ്പോസിഷൻ ഓഫ് മിൽക്ക്. അതായത് മിൽക്ക് അല്ലെങ്കിൽ എഗ് എന്ന് പറഞ്ഞാൽ ഫുഡ് ടെക്നോളജി ബേസ്ഡ് നമ്മളൊരു റെഫറൻസ് ആയിട്ട് എടുക്കുന്ന ഒരു ഡയറ്റാണ് മിൽക്ക് ആയാലും എഗ്. നമുക്ക് വേണ്ട ഏകദേശം എല്ലാ എസെൻഷ്യൽ ന്യൂട്രിയൻറ്റും ഉണ്ട് നമുക്ക് മിൽക്ക്. ഒന്നുകൂടി കൂടുതൽ എഗ്ഗാണെങ്കിലും പക്ഷേ മിൽക്ക് നമുക്ക് പരിഗണിക്കാവുന്നതാണ്. മിൽക്കിനുണ്ട് നമുക്ക് ഏകദേശം വേണ്ട എസെൻഷ്യൽ ന്യൂട്രിയൻസിൻ്റെ പ്രസൻസ് ഒക്കെ നമുക്ക് കാണുന്നുണ്ട്. അപ്പോൾ മിൽക്കിൻ്റെ കോമ്പോസിഷൻ അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂൻസി നമ്മൾ രണ്ട് രീതിയിൽ ക്ലാസ് ചെയ്തിട്ടുണ്ട്. ഒന്ന് മേജർ മിൽക്ക് കോൺസ്റ്റിറ്റ്യൂൻസും അതുപോലെ മൈനർ കോൺസ്റ്റിറ്റ്യൂൻസ് ആയിട്ട്. അതായത് മേജറായിട്ട് കാണുന്നത് കൂടുതൽ അമൗണ്ട് കാണുന്ന ന്യൂട്രിയൻസിന് നമ്മൾ എന്താ പറയുക മേജർ ന്യൂട്രിയൻസ് എന്ന് പറയും. അതുപോലെ കുറവ് അമൗണ്ട് കാണുന്നതിന് മൈനർ കോൺസ്റ്റിറ്റ്യൂൻസ് അല്ലെങ്കിൽ മൈനർ ന്യൂട്രിയൻസ് എന്ന് പറയും. അപ്പോൾ നമുക്ക് മേജർ ന്യൂട്രിയൻസ് ആയിട്ടുള്ളത് വാട്ടറാണ്, അതുപോലെ ഫാറ്റാണ്, പ്രോട്ടീനാണ്, ലാക്ടോസാണ്, ആഷ് മിനറൽസൊക്കെ മേജർ കോൺസ്റ്റിറ്റ്യൂൻസ് ആയിട്ട് വരുന്നത്. അതുപോലെ മൈനർ കോൺസ്റ്റിറ്റ്യൂൻസ് ആണെന്നുണ്ടെങ്കിൽ വരുന്നതാണ് ഫോസ്ഫോലിപ്പിഡ്സ്, സ്റ്റിറോൾസ്, കൊളസ്ട്രോൾ, വൈറ്റമിൻസ്, മിനറൽസ്, പിഗ്മെൻറ്റ്സ് ഒക്കെ ഇതിൽ എന്താണ് മൈനർ കോൺസ്റ്റിറ്റ്യൂൻസ് ആയിട്ട് ചെറിയ എമൗണ്ട് മാത്രമേ മിൽക്കിൽ കാണുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് മിൽക്കിൻ്റെ കോമ്പോസിഷൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പരിചയപ്പെടാം. ഇപ്പോൾ മേജറായിട്ട് ഒരുപാട് ടൈപ്പ് മിൽക്കുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ
വാട്ടർ കണ്ടന്റ് ഉള്ളത്. അപ്പോൾ കൗ മിൽക്കിൽ വാട്ടർ പെർസെൻറ്റേജ് വരുന്നത് 86.6% ആണ്. ബഫലോ മിൽക്കിൽ ചെറിയൊരു ഡിക്രീസ് കാണിക്കുന്നുണ്ട്, 84.2% ആണ്. ഗോഡ് മിൽക്കിനാണെങ്കിൽ അത് കുറച്ച് കൂടുതലാണ്, 86.5%. 5% ആണെന്നുണ്ടെങ്കിൽ കൗണ്ട് 4.6 ആണ്. ബഫലോയുടെ അത് 6.6 ആണ്. ശ്രദ്ധിക്കണം, 2% ഏകദേശം നമുക്ക് ഇവിടെ ഇൻക്രീസ് വരുന്നുണ്ട്. ഇവിടെ ഗോഡിലാണെന്നുണ്ടെങ്കിൽ 4.5%. പിന്നെ പ്രോട്ടീൻ ആണെങ്കിൽ ഏകദേശമൊക്കെ ഏകദേശം ലാർജിൻ്റെ റേഞ്ച് തന്നെയാണ്. മിൽക്കിലാണെങ്കിൽ 3.4%, ബഫലോ മിൽക്കിലാണെങ്കിൽ 3.9%, ഗോട്ട് മിൽക്കിലാണെങ്കിൽ 3.5%. നെക്സ്റ്റ് ലാക്ടോസ്. നമുക്ക് മിൽക്കിൽ ആകെ അവൈലബിൾ ആയിട്ടുള്ള കാർബോഹൈഡ്രേറ്റ് ആണ് ലാക്ടോസ്. ലാക്ടോസ് കൗ മിൽക്ക് വരുന്നത് 4.9% ആണ്. ബഫലോ മിൽക്ക് 5.2% ആണ്. ഗോട്ട് മിൽക്ക് 4.7%. ആഷ് കണ്ടന്റിൻ്റെ ചേഞ്ചസ് ഒന്നും വരുന്നില്ല. കൗ മിൽക്ക് 0.7%, ബഫലോ മിൽക്ക് 0.8%, ഗോട്ട് മിൽക്കുള്ളത് 0.8% ആണ്. ഇതാണ് ഒരു മേജറായിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂൻസി വെച്ച് മാത്രമുള്ള ഒരു കോമ്പോസിഷൻ എന്ന് പറയുന്നത്. ഒരുപാട് മൈനർ കോൺസ്റ്റിറ്റ്യൂൻസി ഒരുപാട് ഉണ്ടെങ്കിലും പക്ഷേ ഒരു കോമ്പോസിഷനൊക്കെ നോക്കുമ്പോൾ നമ്മൾ മേജറായിട്ട് കാണുന്ന മെറ്റീരിയൽസ് മാത്രമുള്ള കോൺസ്റ്റിറ്റ്യൂൻസി മാത്രമേ നമ്മൾ പരിഗണിക്കാം. ഓക്കെ, നമുക്ക് ഓരോ ന്യൂട്രിയൻസ് നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നമുക്കൊന്ന് പരിചയപ്പെടാം. മേജർ മിൽക്ക് കോൺസ്റ്റിറ്റ്യൂൻസി ഫസ്റ്റ് പറഞ്ഞത് നമ്മുടെ വാട്ടറാണ്. ഫസ്റ്റ് പറഞ്ഞ നേരത്തെ കയറിൽ കണ്ട പോലെ തന്നെ 80% മേലെ നമുക്ക് വാട്ടർ തന്നെയാണ് എല്ലാ ടൈപ്പ് ഓഫ് മിൽക്കിനുള്ളത്. അപ്പോൾ ഇവിടെ തന്നെ നമുക്ക് വാട്ടർ രണ്ട് രീതിയിലാണ് മിൽക്കിൽ എക്സിസ്റ്റ് ചെയ്യുന്നത്. ഒന്ന് മേജോറിറ്റി ഓഫ് ദി വാട്ടർ കണ്ടന്റ് ഫ്രീ ആയിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. പക്ഷേ വളരെ ചെറിയൊരു ഫോം ബൗണ്ടഡ് ആയിട്ട്, അതായത് നമ്മുടെ പ്രോട്ടീൻസ് ഫോസ്ഫോലിപ്പിൻസൊക്കെ ആയിട്ട് ബൈൻഡഡ് ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്കറിയാം മിൽക്ക് ഫാറ്റ്. നമുക്ക് മിൽക്ക് ഫാറ്റ് എന്ന് പറഞ്ഞാലാണ് മിൽക്കിൻ്റെ ഒരു ഏറ്റവും എന്താ പറയുക കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂട്രിയൻ്റ് പറഞ്ഞാൽ ഫാറ്റാണ്. കാരണം നമുക്ക് നമ്മളെ ആക്ടേഴ്സൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. നമ്മുടെ നാട്ടിൽ സാധാരണമായിട്ടുള്ള സൊസൈറ്റികളിലൊക്കെ മിൽക്ക് എവിടെയൊക്കെ പ്രൊക്യൂർ ചെയ്യുന്നുണ്ടോ അവിടെയൊക്കെ അവർ മിൽക്കിൻ്റെ വില നിശ്ചയിക്കുന്നത് എപ്പോഴും അതിൻ്റെ ഫാറ്റ് കണ്ടൻറ്റും അതുപോലെ SNF ബേസ് ചെയ്തിട്ടാണ് അത് നിശ്ചയിക്കുന്നത്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അറിയാമല്ലോ, മിൽക്കിലുണ്ടാകുന്ന പല പ്രോഡക്ട്സ് നമ്മൾ മാനുഫാക്ചർ ചെയ്യുന്നത് എന്താണ്, ഫാറ്റ് ബേസ്ഡ് പ്രോഡക്ട്സ് ആണ്. ഇപ്പോൾ ചീസ് ആയാലും ഗീ ആയാലും ഒക്കെ ബട്ടർ ആയാലും ഫാറ്റ് ബേസ്ഡ് പ്രോഡക്ട്സുകളാണ്. അപ്പോൾ മിൽക്ക് ഫാറ്റ് എന്നാണ് ഒരു മിൽക്കിലെ ഏറ്റവും ബെസ്റ്റ് അല്ലെങ്കിൽ ഏറ്റവും ഹയസ്റ്റ് വാല്യൂ ഉള്ള ഒരു ന്യൂട്രിയൻ്റ് എന്ന് പറഞ്ഞാൽ അത് ഫാറ്റ് തന്നെയാണ്. നെക്സ്റ്റ് ആണ് മിൽക്ക് ഫാറ്റ്. മിൽക്ക് അറിയാം, നമ്മൾ ഫാറ്റ് മിൽക്കിലുള്ള ഫാറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നത് സ്മാൾ ഗ്ലോബ്യൂൾസ് ആയിട്ടാണ്. സ്മാൾ ഫാറ്റ് ഗ്ലോബ്യൂൾസ് ആയിട്ടാണ്. ഏകദേശം 2 to 5 മൈക്രോൺ സൈസിലുള്ള സ്മാൾ ഗ്ലോബ്യൂൾസ് ആയിട്ടാണ്, ഫാറ്റ് ഗ്ലോബ്യൂൾസ് ആയിട്ടാണ് മിൽക്ക് നമ്മുടെ ഫാറ്റ് മിൽക്കിൽ എക്സിസ്റ്റ് ചെയ്യുന്നത്. അറിയാലോ, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ആപ്കോസ് ഒക്കെ കേട്ടിട്ടുണ്ടാവും, ആനിമൽ ഫാറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. നമ്മുടെ നാട്ടിലൊക്കെ സാധാരണമായിട്ടുള്ള സൊസൈറ്റികളാണ്. അപ്പോൾ ഈ സൊസൈറ്റികളൊക്കെ ചെന്നാൽ തന്നെ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. SNF അതുപോലെ ഫാറ്റും ചെക്ക് ചെയ്യാനുള്ള മെഷീൻസുകളുണ്ടാവും. അതിൽ നമ്മൾ ചെക്ക് ചെയ്തതിന് ശേഷമാണ് സാധാരണ ഡയറി ഫാർമേഴ്സിനൊക്കെ നമ്മളെ ആ അതോറിറ്റീസൊക്കെ എന്ത് ചെയ്യാം, അപ്പോൾ മിൽക്കിനുള്ള പ്രൈസിന് കൊടുക്കാം. അത് വിചാരിക്കുക എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. അതുപോലെ എന്താണ് നമ്മളെ മിൽക്ക് ഫാറ്റ് ഒരു നമുക്ക് അറിയാം, ഇതൊരു ചോദ്യം വരാൻ ചാൻസ് ഉള്ള ഒരു ഏരിയയാണ്. കാരണം എന്താ വെച്ചാൽ എമൾഷൻ, അത് മിൽക്ക് ഫാറ്റ് ഏത് ടൈപ്പ് എമൾഷനാണെന്നാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ചോദ്യം വരാറുണ്ട്. മിൽക്ക് ഫാറ്റ് ഓയിൽ വാട്ടർ ടൈപ്പ് എമൾഷൻ ആണ്. അതുപോലെ നമ്മൾ ഈ മിൽക്ക് ഫാറ്റിന് എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു കവറിംഗ് ആയിട്ട് കോട്ടിംഗ് ആയിട്ടുള്ള ഒരു മെംബ്രെയിൻ, ഫാറ്റ് ഗ്ലോബ്യൂൾ മെംബ്രെയിൻ ഉണ്ട്. ആ ഫാറ്റ് ഗ്ലോബ്യൂൾ മെംബ്രെയിൻ കൂടുതലായിട്ട് കാണുന്നത് ഫോസ്ഫോലിപ്പിഡ്സ്, പ്രോട്ടീൻസ് പോലത്തെ ന്യൂട്രിയൻസ് ആണ്. അതെന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ എമൾഷനൊക്കെ ഫാറ്റ് എമൾഷനൊക്കെ സ്റ്റെറിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഫാറ്റ് ഒരു ഇമ്പോർട്ടൻറ്റ് കോമ്പണൻ്റ് ആണ്. ഫാറ്റിനെ ബേസ് ചെയ്തിട്ട് ഒരുപാട് പ്രോഡക്ട്സ് ഉണ്ട് നമ്മുടെ ഡയറി ഇൻഡസ്ട്രിയിൽ നിലവിലുണ്ട്. അതുപോലെ തന്നെ ഫാറ്റിൻ്റെ ബേസിലാണ് നമുക്ക് എന്ത് ചെയ്യുക, ഫാറ്റും SNF ബേസ് ചെയ്തിട്ടാണ് മിൽക്കിന് പ്രൈസിംഗ് ഒക്കെ ചെയ്യാറുള്ളത്. ഓക്കെ, നെക്സ്റ്റ് ആണ് മിൽക്ക് പ്രോട്ടീൻ. എക്സാമ്പിൾ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയയാണ് മിൽക്ക് പ്രോട്ടീൻ. അത് മിൽക്കിന് സ്പെസിഫിക് ആയിട്ട് കാണുന്ന ഒരു പ്രോട്ടീൻ ഉണ്ട്. ആ പ്രോട്ടീനാണ് ഇത് കെസിൻ. നമ്മൾ മിൽക്ക് പ്രോട്ടീൻ തന്നെ പറയുന്നത് ചെയ്യാം. അപ്പോൾ ഒരു പ്രോട്ടീൻ എല്ലാവരും ഒരു പ്രിയ ഐറ്റം മിൽക്ക് പ്രോട്ടീൻ എന്നാണ് അതിന് നമ്മൾ സാധാരണ കോമൺ ആയിട്ട് ഐറ്റംസിനൊക്കെ നമ്മൾ യൂസ് ചെയ്യാറ്. അപ്പോൾ മെയിനായിട്ട് കാണുന്ന 3 ടൈപ്പ് പ്രോട്ടീൻസ് ആണ്, കെസീനും ബീറ്റ ലാക്ടോഗ്ലോബുലിനും ആൽഫ ലാക്ടോഗ്ലോബുലിനും. ഇതിൽ കെസീൻ എന്ന് പറഞ്ഞാൽ മിൽക്ക് പ്രോട്ടീനും ബീറ്റ ലാക്ടോഗ്ലോബുലിനും ആൽഫ ലാക്ടോഗ്ലോബുലിനും എന്താണ്, വേ പ്രോട്ടീൻസ്. ഓക്കെ, അതുപോലെ കെസീൻ നെക്സ്റ്റ് ഇതേപോലെ ഒരു
ചാൻസ്, അത് ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു വേർഡ് അല്ലെങ്കിൽ ഒരു ഏരിയയാണ് കാസിൻ. നമ്മൾ മിൽക്കിൽ കാസിന് ഏത് ഫോമിലാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്? ഓക്കെ, മിൽക്കിൽ കാസിൻ പ്രോട്ടീൻ എക്സിസ്റ്റ് ചെയ്യുന്നത് കാൽഷ്യം കാസിന് ഫോസ്ഫേറ്റ് കോംപ്ലക്സ് ആയിട്ടാണ് കാഷ്നട്ട് അല്ലെങ്കിൽ കാസിൻ പ്രോട്ടീൻ എക്സിസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊന്ന് നോട്ട് ചെയ്യേണ്ട ഏരിയയാണ്. നമുക്ക് എന്ത് ചെയ്യാൻ ഒബ്ജക്റ്റീവായിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉള്ള ഒരു ഏരിയയാണ്. നമ്മൾ പറഞ്ഞു കാസിൻ ഒറ്റയ്ക്കല്ല, കാസിൻ്റെ 2-3 ടൈപ്പ് ഓഫ് ഫ്രാക്ഷൻസ് ഉണ്ട് മിൽക്കിൽ കാണുന്നതാണ്. കാസിൻ്റെ ആൽഫ ബീറ്റ ഗാമ ഫ്രാക്ഷൻസ് ഒക്കെ ഇതുപോലെ മിൽക്കിൽ പ്രസൻറ്റ് ആയിട്ടുണ്ട്. അതിൽ ബീറ്റ ലാക്ടോ ഗ്ലോബിനും ആൽഫ ലാക്ടോനും എന്നാണ് നമുക്ക് വേ പ്രോട്ടീൻ അല്ലെങ്കിൽ സെറം പ്രോട്ടീൻസ് ഒന്നും പറയാം. അതായത് ഇവിടെ എക്സിസ്റ്റ് ചെയ്യുന്നത് ഏകദേശം കോളോയിഡൽ സ്റ്റേറ്റിലാണ് ഈ പ്രോട്ടീൻസ് ഒക്കെ എക്സിസ്റ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഈസി ആയിട്ട് ഹീറ്റ് വെച്ചിട്ടാണ് കൊയാഗുലേഷൻ ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഓഫ് പ്രോട്ടീൻസ് ആണ് ലാക്ടോബിനും ലാക്ടോ ഗ്ലോബിനും. നെക്സ്റ്റ് ഇതൊരു അതുപോലെ ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ഏരിയയാണ്. കാരണം നമുക്ക് മിൽക്ക് നമുക്ക് എപ്പോൾ നോക്കുമ്പോൾ നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ടിങ് പറഞ്ഞ പോലെ തന്നെ മിൽക്ക് എന്താണ് ഒരു റെഫറൻസ് ഫുഡായിട്ട് കഴിക്കുന്ന ഒരു ഫുഡ് മെറ്റീരിയലാണ്. പക്ഷെ അവിടെ നമുക്ക് എന്താണ് ലാക്ക് ചെയ്യുന്നത്, ലാക്ക് അല്ലെങ്കിൽ കുറവ് എന്നതെന്ന് വെച്ചാൽ എന്താണത് അതിൻ്റെ കാർബോഹൈഡ്രേറ്റ് അല്ലെങ്കിൽ അതിനെ ബന്ധപ്പെട്ട ഡയറ്ററി ഫൈബേഴ്സിനെ പോലത്തെ കണ്ടൻസ് ആണ്. അപ്പം മിൽക്കിൽ ആകെ കാണുന്ന ഒരു ടൈപ്പ് ഓഫ് ഷുഗർ അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റ് ആണ് ലാക്ടോസ്. നെക്സ്റ്റ് പറഞ്ഞാൽ മിനറൽസ് അതുപോലെ ആഷ് സാൾട്ടിൻ്റെ ഒക്കെ പ്രസൻസുകൾ കാണുന്നത്. അതിപ്പോൾ മേജറായിട്ട് കാണുന്നത് കാൽഷ്യം ഫോസ്ഫറസ് ഒക്കെ കൂടുതലായിട്ട് മിൽക്കിൽ മിനറൽസ് ആയിട്ട് കാണുന്നുണ്ട്. അതുപോലെ പൊട്ടാസ്യം സോഡിയം മഗ്നീഷ്യം ഫോസ്ഫേറ്റ് സിട്രേറ്റ് ക്ലോറൈഡ് സൾഫേറ്റ് ബൈകാർബണേറ്റ് ഒക്കെ കാണുന്നുണ്ട്. നെക്സ്റ്റ് നമുക്ക് മൈനർ മിൽക്ക് കോൺസ്റ്റൻസ് നമ്മൾ മേജറായിട്ട് കൂടുതൽ എമൗണ്ട് കാണിക്കുന്നതാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. നെക്സ്റ്റ് നമുക്ക്